ഒരു രക്ഷയില്ല. എല്ലാവരുടെ അഭിനയം സൂപ്പർ, പെർഫോമൻസ് അടിപൊളി, ഭയങ്കര ഇമോഷണലാണ് ചില സമയത്തൊക്കെ. എന്തായാലും അടിപൊളി 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 അടിപൊളി. കേരളം മൊത്തം ഏറ്റെടുക്കും അതേപോലത്തെ ഒരു എന്താ പറയുക സ്റ്റോറിയാണ്. എന്താ പറയുക, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും പടം ഏറ്റെടുക്കും. നല്ലൊരു ഫാമിലി എന്റർടൈൻമെന്റ്സ് ആണ്. അടിപൊളിയായിരുന്നു, കൊള്ളായിരുന്നു. നമ്മൾ പലരും മനസ്സിലാഗ്രഹമുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ നടക്കാറില്ല. ഒരു കൊലപാതകമാണ്, ശിക്ഷിക്കപ്പെടേണ്ട വ്യക്തി രക്ഷപ്പെടുന്നു പോകുന്ന സമയത്ത് നമ്മളെല്ലാവരും മലയാളികളെല്ലാവരും ആഗ്രഹിച്ചിരുന്ന കാര്യം അത് സിനിമയിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. പോയി കണ്ടാൽ മതി. ഗുഡ് ലക്ക്. രണ്ടുപേരും ഒരു രക്ഷയില്ല, കാണേണ്ട സിനിമയാണ്. പറഞ്ഞ വാക്കുകൾ കൊണ്ട് അറിയിക്കാൻ പറ്റില്ല, അത്രയും ബെറ്റർ ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയാണ്, ഉഗ്ര സിനിമ. എല്ലാവരും നന്നായിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ഫിലിം, നന്നായിട്ടുണ്ട്. എല്ലാം കൊള്ളാം. ടോട്ടാലിറ്റി രണ്ട് ഡയറക്ടേഴ്സും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ആർട്ടിസ്റ്റും എല്ലാം നല്ല സിനിമയാണ്. ഒരു വ്യത്യസ്ത പടം, അതായത് സാധാരണക്കാരൻ്റെ ജീവിതകഥ പറയുന്ന, അതായത് കേരളത്തിലുള്ള ഒരു സംഭവത്തിൻ്റെ ഒരു ആവിഷ്കരണമാണ് നടന്ന. കേരളത്തിൽ നമ്മളെല്ലാം അറിയുന്ന ഒരു സംഭവത്തിൻ്റെ ഒരു ആവിഷ്കരണം. അഭിനയത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ ജാഫർ ഇടുക്കിയുടെ അഭിനയം മികച്ച അഭിനയമാണ്. ഇന്ദ്രൻസിയുടെ അഭിനയം, ഇവരുടെയൊക്കെ അഭിനയം കൊണ്ട് മികച്ചെന്ന് പറയാം. ഡയറക്ഷൻ നന്നായിട്ടുണ്ട്. ഒരു നിമിഷം പോലും ലാഗ് ചെയ്യാതെ വ്യത്യസ്തമായ രീതിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു കഥയാണിത്. ഇത് ആ കൊച്ചുകുട്ടിയായിട്ട് അഭിനയിച്ച ഒരു പുതിയൊരു പെൺകുട്ടി, നല്ല അഭിനയമാണ്. പെർഫോമൻസ് ബേസിൽ ആരും മോശമില്ല. നല്ലൊരു സംവിധാനം, ഒട്ടും ബോറടിക്കാതെ ചെയ്യാനായിട്ട് ഇതിന് സംവിധാനം കഴിഞ്ഞു. പടം നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. അഭിനയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. കരയാനും ഉണ്ട്, ചിരിക്കാനും ഉണ്ട്, എല്ലാം ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അയ്യോ, പറഞ്ഞു കഴിഞ്ഞുള്ളൂ. നല്ല സിനിമയാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടത് മനസ്സിലാക്കണം. കാരണം OTT ഇറങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യാൻ നിൽക്കണ്ട. എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സിനിമയൊക്കെ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് സംഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ തന്നെയാണ് അവർ കാണിച്ചത്. പക്ഷെ അതിനെങ്ങനെ റിയാക്ട് ചെയ്യണമെന്നും അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും എല്ലാ സൈഡും കാണിക്കുന്നുണ്ട് ഈ സിനിമയിൽ. എന്തായാലും നല്ലൊരു മെസ്സേജ് ഈ സിനിമയിൽ കൂടി പറയുന്നുണ്ട്. എന്തായാലും തിയേറ്ററിൽ വന്ന് എല്ലാവരും കാണാൻ എക്സ്പീരിയൻസ് ചെയ്യുക. ഫാമിലി ഓഡിയൻസൊക്കെ കയറുന്നൊരു സിനിമയാണ്. ഇത്രയ്ക്കുള്ളൂ. താങ്ക് യു. പിന്നെ നിങ്ങളുടെ റിവ്യൂസ് നിങ്ങൾ പറയാം. നല്ല പടമാണ്, ഫാമിലി പടമാണ്. അത് ജാഫർ ഇടുക്കി ഇന്ദ്രൻസ് ചേട്ടന് അടിപൊളിയായിരുന്നു. സൂപ്പർ പടം, ഉഗ്രം പടം, അടിപൊളി പടം. നല്ലൊരു ഇമോഷണൽ ഡ്രാമയാണ്. സൂപ്പറായിട്ട് കൊച്ചുങ്ങളെ കൊണ്ട് വന്ന് കാണാൻ പറ്റിയ പടമാണ്. പക്ക ഫാമിലി ഇമോഷണൽ സിനിമ. കരയിപ്പിച്ചു, ചിന്തിപ്പിച്ചു. നമുക്ക് എന്താ പറയുക, ഒരു മോട്ടിവേഷൻ സിനിമ തന്നെയാണ്. പടം സൂപ്പർ പടം. ക്ലൈമാക്സ് ആണ് വെറൈറ്റി. എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്നിരുന്ന് കാണണം ഈ പടം. നല്ലൊരു ഫാമിലി മൂവിയാണ്, എല്ലാവരും കാണണം. അടിപൊളി പടം, സൂപ്പർ പടം, അടിപൊളി. ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു. ഒരു രക്ഷയിലെ പടം. റിയൽ ലൈഫിലെ സംഭവങ്ങളും കാര്യങ്ങളാണ്. എന്തായാലും മസ്റ്റ് വാച്ചാണ് പടം. അടിപൊളി പടം എങ്ങനെ പറയാന്നറിയില്ല, അത്ര ഹാർട്ട് ടച്ചിങ് ആണ്. ഭയങ്കര ഫീൽ ചെയ്തു സിനിമ കണ്ടിട്ട്. ഇത് കണ്ടില്ലെങ്കിൽ ഭയങ്കര ഒരു നഷ്ടമാണ് എല്ലാവർക്കും. ഇതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അഭിമാനിക്കുന്നു. അത്ര നല്ല സിനിമ. എന്താ പറയാതെ എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കണമെന്ന് പറയാൻ പറ്റുന്നില്ല. രണ്ടുപേർക്കും വ്യത്യസ്ത റോളുകളാണ്. അതെല്ലാം അറിയാലോ, രണ്ടുപേരെ അറിയാലോ. ജാഫ്രിക്കനെ ഇങ്ങനെ കണ്ടിട്ടില്ല, ഒരു രക്ഷയില്ല. അടിപൊളി. എനിക്ക് ജാഫർ ഇടുക്കിയതാണ് കുറച്ചും കൂടി ഇഷ്ടമായത്. പിന്നെയെന്ന് പറഞ്ഞാൽ കുറേ പേര് ചോദിച്ചു ഹാർട്ട് ടച്ചിങ് മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടോ എന്നുള്ളത്. പടം കുറച്ച് ഇമോഷണലാണ്. അതേപോലെ തന്നെ ക്ലൈമാക്സ് വരെ നമുക്ക് കണ്ടിരിക്കാനുള്ളത് ഉണ്ട്. ഒട്ടും ബോറല്ല. ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര നമ്മൾ പ്രതീക്ഷിക്കാത്തത്. ഡിഫറെൻ്റ് ആയിരുന്നു. നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. അപ്പം ഇതുപോലെയുള്ള നല്ല പടമാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടല്ലേ അറിയുന്നത്. അപ്പോൾ പടം ഇറങ്ങുമ്പോൾ എല്ലാവരും മാക്സിമം തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് കാണാൻ നോക്കുക. നല്ല പടമാണെങ്കിൽ നല്ലതെന്ന് പറയുക. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസം പറയുക, അതേ ഉള്ളൂ. അപ്പം ഞങ്ങളെയൊക്കെ ഒന്ന് സഹായിക്കണം എന്നേ പറയുള്ളൂ. എല്ലാവരും നമ്മളിപ്പോൾ ഒരു അടിസ്ഥാനമായിട്ട് ഒരു സംഭവം ഇന്ന് നടക്കുന്ന ഒരു ആനുകാലിക പ്രശ്നം എടുത്തിട്ടാണ് കളിച്ചേക്കുന്നത്. അതിനകത്ത് തെറ്റും കുറവും കുറ്റമൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു വലിയ പൈസ മുടക്കി
കണ്ടമാനം പൈസ മുടക്കി പിടിച്ച പടമൊന്നുമല്ല ഇത്. നമ്മളുടെ ആ പ്രൊഡ്യൂസറുടെ ഒരു പരിധി നിന്നുകൊണ്ട് പിടിച്ച ഒരു കുഞ്ഞു പടമാണ്. പ്രൊഡ്യൂസറുടെ മോളാണ് അതിനകത്ത് കാശ്മീര എന്ന് പറഞ്ഞ കുട്ടി, ബേബി ആ കുട്ടി. പിന്നെ നമ്മുടെ മാമുക്കോയക്കയുടെ മോൻ നിസാറിനെയും ഇതിനകത്ത്, അൻസാറിനെ ഇതിനകത്ത് ഞങ്ങളെല്ലാവരും വിളിച്ചിട്ടുണ്ട്. 2 പുതുമുഖങ്ങളെ ഞങ്ങളിവിടെ പരിചയപ്പെടുത്തി. ഒന്ന് ബേബി കാശ്മീര, പ്രൊഡ്യൂസറുടെ മോള് ഇവള്, പിന്നെ ഈ പറയുന്ന നിസാർ മാമുക്കോയ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരാളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ദ്രൻ സേട്ടൻ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു അസാധ്യ ഒരു വേഷമാണ് ചെയ്തേക്കുന്നത്. കൂടെ ഞാനും വലിയ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ നിങ്ങളൊക്കെ എല്ലാവരും കൂടെ സഹായിക്കുവാണെങ്കിൽ ചിലപ്പോൾ 10 ദിവസം ഓടുമായിരിക്കുന്നേ. അങ്ങനെ നമ്മുടെ പ്രൊഡ്യൂസർക്ക് മുടക്കിയ പൈസ എങ്കിലും കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് പറ്റുമെന്നുള്ള പ്രാർത്ഥനയുള്ളൂ.